ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. ഗാന്ധിജി എന്തിനാണൊരു ഫേസ് ക്രീം പ്രൊമോട്ട് ചെയ്യുന്നത്? അദ്ദേഹം ഒരു മോഡലൊന്നുമല്ലല്ലോ. എന്താണെന്ന് നോക്കാം. ഗാന്ധിജിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേസ് ക്രീമിനെ പ്രൊമോട്ട് ചെയ്ത് വരേണ്ടി വന്നതെന്നുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു വാട്ടറിംഗ് ക്യൂരിയോസിറ്റി. 1919 അന്നത്തെ അഫ്ഗാൻ രാജാവായ അമാനുള്ള ഖാൻ ഇന്ത്യയിൽ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു സന്ദർശനം നടത്തി. അദ്ദേഹം ബോംബെയിൽ വന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പത്താൻകാരായിട്ടുള്ള കുറച്ച് യുവ ബിസിനസ്സുകാരും വന്നു. അതിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഇബ്രാഹിം സുൽത്താൻ അലി പട്ടാൻവാല എന്ന് പറയുന്നൊരു വ്യവസായം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവരുടെ കമ്പനി പുറത്തിറക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു വൈറ്റ് ക്രീം രാജാവിന് സമ്മാനിച്ചു. രാജാവ് തൊട്ട് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത് അഫ്ഗാൻ മലനിരകളിലെ മഞ്ഞ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇബ്രാഹിം പട്ടാൻവാല അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രൊഡക്റ്റിന് അഫ്ഗാൻ സ്നോ എന്ന് പേരിട്ടു. അങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഫേസ് ക്രീമാണ്, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ക്രീമാണിത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത്. അങ്ങനെ അത് ആളുകൾ, അത് അന്നത്തെ മിഡിൽ ക്ലാസ് ഫാമിലികളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ 1920 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് സ്വദേശി പ്രസ്ഥാനം, അതായത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് ശക്തമായി. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇത് വാങ്ങാൻ തയ്യാറായില്ല. കാരണം ഇതിൻ്റെ പേര് അഫ്ഗാൻ സ്നോ എന്നാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ് ബോട്ടിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല, വിദേശത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ വിൽപ്പന വളരെ കുറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം പത്താൻവാല ഗാന്ധിജിയെ കാണാൻ വന്നു, കാര്യം പറഞ്ഞു. ഗാന്ധിജിക്ക് അത് ബോധ്യപ്പെട്ടു. ഇതൊരു സ്വദേശി പ്രൊഡക്റ്റ് ആയതിനാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗാന്ധിജിക്ക് തോന്നി. അങ്ങനെ ഗാന്ധിജി ഒരു പത്രക്കുറിപ്പ് കൊടുക്കുകയാണ്, ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തിന് കഴിയുന്ന പ്രൊമോഷനൊക്കെ അതിന് കൊടുത്തിട്ട് ഈ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ പിന്നീട് ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വ്യാപകം വിൽപ്പന നടക്കുകയും പിന്നെ 1940കളിൽ സിനിമയൊക്കെ വന്നതിന് ശേഷം നർഗീസ്, പൂനം ദില്ലൻ, അതേപോലെ രാജ്കുമാറൊക്കെ പോലെയുള്ള നടന്മാർ ഇതിനെ വെച്ചിട്ട് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഇതിൻ്റെ വിൽപ്പന കുത്തനെ കൂടി. അങ്ങനെ 1952 ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ മിസ് ഇന്ത്യ മത്സരം ഇവരെ സ്പോൺസർ ചെയ്യുന്ന രീതിയിലേക്ക് അഫ്ഗാൻ സ്നോ എന്ന് പറയുന്ന ബ്രാൻഡ് വളർന്നു. പിന്നീട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗൾഫ് ബൂമിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ വീടുകളൊക്കെ ഗൾഫ് GCC രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ സ്നോ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിരുന്നു ഫേസ് ക്രീമായിട്ട്. പക്ഷെ അതിന് നമ്മൾ സാധാരണ മലയാളികൾ സ്നോവ് എന്ന് പരിഷ്കരിച്ച് വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് പല പ്രൊഡക്റ്റുകളൊക്കെ ആ കാറ്റഗറിയിൽ തന്നെ ഇറങ്ങി. അതിനുശേഷം 70-കൾക്ക് അല്ല 80-കൾക്ക് ശേഷം ഇത് ഒരു എന്താ പറയുക, വിൽപ്പന കുറഞ്ഞു പോയൊരു വസ്തുവാണ്. പക്ഷേ ഇന്നും നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ ഈ അഫ്ഗാൻ സ്നോ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഗാന്ധിജിക്ക് ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടി വന്നൊരു സാഹചര്യം ഇതാണ്. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരം കൗതുക വിവരങ്ങൾക്കായി വീണ്ടും ചാനൽ സന്ദർശിക്കുക. താങ്ക് യു.